ആകാശത്തിൽ പറക്കുന്ന പരുന്ത് അത് മഴയിൽ നനയാറില്ല. അത് കാർമേഘത്തിന് മുകളിലാണ് പറക്കുന്നത്. വൗ സർ, എന്തൊരു ഡയലോഗാ ഈ പറഞ്ഞത്. നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സർ. സാർ ഇപ്പൊ പറഞ്ഞു വന്നതേ, അവിടെ ഇപ്പൊ സൺസിറ്റിന്റെ സ്റ്റാച്ചുവിന്റെ അടുത്ത് ആരോ കീക്കോയുടെ പേരിൽ വ്യത്യസ്തമായ ഒരു പാർസൽ വിട്ടേച്ച് പോയിരിക്കുക. സാറിന് ഒരു സംശയമുണ്ട്, ഒരു പക്ഷേ അതിലെ ബോംബുണ്ടെങ്കിലോ? കീക്കോ, ഈ പാർസൽ സേഫ് ആണ്. അതിനകത്ത് എക്സ്പ്ലോസീവ് ഒന്നുമില്ല. നിന്റെ ഈ സേഫ്റ്റി മെഷറിന് വളരെ താങ്ക് യു സൂപ്പർ സ്പീഡോ. യു ആർ മോസ്റ്റ് വെൽക്കം കീക്കോ. വാവ്, ആരോ നിനക്കൊരു അടിപൊളി പെയിന്റിംഗ് ആണല്ലോ അയച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ആരുടെ പേരും എഴുതിയിട്ടില്ലല്ലോ. ഇതാരാ എവിടെ കൊണ്ടുവന്ന് വെച്ചത്? അയ്യോ, എനിക്ക് തോന്നുന്നതേ ഇത് കീക്കയുടെയും സൂപ്പർ സ്പീഡോടെയും ഏതെങ്കിലും ഫാൻ ആയിരിക്കും അയച്ചത്. എന്തു പറ്റി കീക്കോ? ഈ പെയിന്റിംഗ് വന്ന സമയം തൊട്ട് നീ വളരെ ടെൻഷനിലാണല്ലോ. എനിക്ക് ഈ പെയിന്റിംഗ് വളരെ വ്യത്യസ്തമായിട്ടാ തോന്നുന്നേ. ഏതെങ്കിലും ഒരു അപരിചിതൻ ഇത് എന്റെ പേരിൽ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇതിനു പുറകിൽ എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് എനിക്ക് നേരിട്ട് കൊണ്ടുവന്ന് തരായിരുന്നല്ലോ. അല്ല, ഇതെന്താ ഈ പെയിന്റിംഗ് ചെറിയ ചെറിയ ലെറ്റേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക? അത് ശരിയാണല്ലോ. ദേ ഇത് കണ്ടോ, ടോട്ടൽ പെയിന്റിംഗിൽ HELP അങ്ങനെ ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി വരച്ചതായിരിക്കും. കീക്കോ, നീ പറഞ്ഞത് ശരിയാണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണ്. ഡോഡോ, നമ്മുടെ റൂമിന്റെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യേ. നമ്മളിപ്പോ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവാണോ? അല്ല ഡോഡോ, കീക്കോ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ. സൂപ്പർ സ്പീഡോ, ആ പെയിന്റിംഗിൽ ഫോർമുല നമ്പർ 35 അപ്ലൈ ചെയ്യേ. യെസ് ബ്രോ, ഞാൻ ഇപ്പൊ തന്നെ എന്റെ സൂപ്പർ സ്ട്രോങ് അൾട്രാ റേസ് വെച്ച് പെയിന്റിംഗ് സ്കാൻ ചെയ്തേക്കാം. ആരോ നമ്മളോട് സഹായം അപേക്ഷിക്കുന്നു. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഈ നമ്പേഴ്സിന് എന്താണ് അർത്ഥം? സൂപ്പർ സ്പീഡോ, നീ ഈ മെസ്സേജിന്റെ നമ്പറിനെ ഫോട്ടോ എടുക്ക. ഡോഡോ, സ്വിച്ച് ഓൺ ചെയ്. ആരായിരിക്കും ഗായ്സ് അത്? ആരായിരിക്കും നിങ്ങളുടെ സഹായം ചോദിക്കുന്നത്? ഞാൻ പറയാം. ഞാൻ ആ പെയിന്റിംഗിന്റെ പുറകിലുള്ള വുഡ് മൊത്തം സ്കാൻ ചെയ്തു. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വുഡാണ്. അത് ഹോങ്കോങ്ങിൽ മാത്രമേ കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ ഈ പെയിന്റിംഗ് ഹോങ്കോങ്ങിൽ നിന്ന് വന്നതാണ്. ആരായിരിക്കും അയച്ചത്? സൂപ്പർ സ്പീഡോ, നിനക്ക് ഹോങ്കോങ്ങിലെ ഫേമസ് പെയിന്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റുമോ? വൈ നോട്ട്, ഗിവ് മീ 2 minutes. ശരിക്കും പറഞ്ഞാൽ ഹോങ്കോങ്ങിൽ ഒരുപാട് പെയിന്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇത്തരം ലെറ്റേഴ്സ് വെച്ച് പെയിന്റിംഗ് ഉണ്ടാക്കാൻ ഒരു പെയിന്റർ മാത്രമാണ് ഫേമസ്, നിക്കോളസ് മൈക്ക്. അതിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. സൂപ്പർ സ്പീഡോ, ഉടനെ കോൾ ചെയ്യേ. ഹലോ ഹലോ നിക്കോളസ് അങ്കിൾ, ഇത് ഞാനാ കീക്കോ. നിങ്ങളിപ്പോ സേഫ് ആണല്ലോ അല്ലേ? എനിക്ക് നിങ്ങൾ അയച്ചുവന്ന സീക്രട്ട് പെയിന്റിംഗ് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനും സൂപ്പർ സ്പീഡോയും നിങ്ങളെ സഹായിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിക്കോളസ് മൈക്ക് അങ്കിൾ കോളും കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. എന്ത് ചെയ്യാനാ? ശരിക്കും അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഉടനെ തന്നെ ഹോങ്കോങ്ങിലേക്ക് പോകാം. പക്ഷെ ഹോങ്കോങ്ങിൽ നമ്മൾ അദ്ദേഹത്തെ എവിടെ വെച്ച് മീറ്റ് ചെയ്യും? കിക്കോ, ഇത് കണ്ടോ, പെയിന്റിലെ ന്യൂസ് പേപ്പറിന്റെ കട്ടിംഗ്. നാളെ അവിടെയുള്ള വലിയൊരു ആർട്ട് സെന്ററിൽ നിക്കോളസ് മൈക്കിന്റെ പെയിന്റിംഗ് ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. എന്നാ പിന്നെ നമുക്ക് ഹോങ്കോങ്ങിലേക്ക് ചെന്നേ പറ്റൂ. ഹോങ്കോങ്ങിന്റെ ആർട്ട് സെന്റർ എന്തുമാത്രം വലുതല്ലേ? ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മാസീവ്. സാധാരണ മാസീവ് അല്ല, അതിഭയങ്കര മാസീവ്. വെരി വെരി മാസീവ്. ജസ്റ്റ് ലൈക്ക് ദിസ് ബർഗർ.
ഹലോ നിക്കോളാസ് അങ്കിൾ, ഞാനാണ് കീക്കോ. ഇവര് രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാ. ആ കീക്കോ, നീ ഇവിടെ വന്നത് ഏതായാലും നന്നായി. എന്റെ ജീവൻ അപകടത്തിലാണ്. പക്ഷെ അങ്കിൾ, എന്താണ് പ്രശ്നം? ശരിക്കും പറഞ്ഞാൽ ഞാൻ പെയിന്റിങ്സ് ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കി. അതുകൊണ്ട് ഇപ്പൊ ആരോ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ഒരുപക്ഷെ ഞാൻ അവർക്ക് ഒരുപാട് കാശ് കൊടുത്തില്ലെങ്കിൽ അവരെന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. അവരെന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ആ സീക്രട്ട് മെസ്സേജ് ഉള്ള പെയിന്റിംഗ് അയച്ചു തന്നത്. അവർ അതിഭയങ്കരമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഓ നോ, അവര് നിക്കോളാസ് അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തെന്നാ തോന്നുന്നേ. വാ സൂപ്പർ സ്പീഡോ, വേഗം അവരെ ഫോളോ ചെയ്യേ. എന്ത് പറയുന്നു ബഡി? ഈ ബുള്ളറ്റ്സിന് പകരം ഞാൻ ബോംബ്സ് യൂസ് ചെയ്യട്ടെ? വേണ്ട സൂപ്പർ സ്പീഡോ, ആ പോകുന്ന കാറുകളിൽ ഒരു കാറിൽ നിക്കോളാസ് ഉണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റും. ഇപ്പൊ രക്ഷപ്പെടാനായിട്ട് ഫോർമുല നമ്പർ 76 അപ്ലൈ ചെയ്യും. ഓക്കെ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 76. എന്റെ കുടയുടെ താഴേക്ക് വന്നേക്കൂ. ബുള്ളറ്റ് ആക്രമണം നമ്മളെ ടച്ച് ചെയ്യില്ല. സൂപ്പർ സ്പീഡോ, ദേ ആ കാണുന്ന വണ്ടിക്കടുത്തേക്ക് ചെല്ല്. അതിൽ നിക്കോളാസ് മൈക്കുണ്ട്. നിക്കോളാസ് മൈക്ക് അങ്കിൾ, ഇത് നിങ്ങളുടെ വീടാണോ? അതെ കുട്ടികളെ, വരൂ. ഇപ്പൊ എല്ലാവരും അകത്തേക്ക് വരൂ. ഇതാണ് എന്റെ വീട്. ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് പെയിന്റിങ്സ് വരച്ച് പിന്നെ അത് വിറ്റ് കാശാക്കി ആ സമ്പാദ്യത്തിൽ ഉണ്ടാക്കിയ വീടാണിത്. ഇവിടെ എത്ര പേരാ താമസിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ കീക്കോ, ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് തനിച്ച് ജീവിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനല്ലാതെ ഇവിടെ ചില ജോലിക്കാർ മാത്രമുണ്ട്. ഷെടാ എന്റെ ദൈവമേ, പാതി സൺസിറ്റിയിലെ ജനങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും. അത്ര വലിയ വീടായത്. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? നിങ്ങളെ ആരോ ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ സെക്യൂരിറ്റി ഫിക്സ് ചെയ്യാത്തത്? കാരണം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും തക്ക സമയത്ത് ഇവിടെ എത്തി എന്നെ രക്ഷിക്കുമെന്ന്. അതുപോലെ ഇന്ന് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവരുടെ ടോട്ടൽ ഗാങ്ങും നശിപ്പിച്ചില്ലേ? ഇനി അവരെ കൊണ്ട് എനിക്ക് ഒരു അപകടവും ഉണ്ടാവില്ല.
ദേ ഇത് കണ്ടോ, അതാണ് എന്റെ വർക്ക്ഷോപ്പ്. ഞാൻ എന്റെ എല്ലാ പെയിന്റിങ്സും ഈ റൂമിലിരുന്നാണ് വരയ്ക്കുന്നത്. എന്നാൽ വരൂ, നിങ്ങൾ എല്ലാവരും ആഹാരം കഴിച്ചിട്ട് നല്ലവണ്ണം റെസ്റ്റ് എടുക്ക്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. സൂപ്പർ സ്പീഡോ, രഹസ്യമായിട്ട് എല്ലാ പെയിന്റിങ്ങിന്റെ ഒരു ഫോട്ടോ എടുക്ക. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. പക്ഷേ കീക്കോ, നീയും സൂപ്പർ സ്പീഡോയും ഇന്ന് നിക്കോളസ് അങ്കിളിന്റെ ശത്രുക്കളെയൊക്കെ നശിപ്പിച്ചതല്ലേ? പിന്നെ വേറെന്ത് പ്രശ്നമുള്ളത്? എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുവരെ ശരിക്കുള്ള പ്രോബ്ലം കണ്ടെത്തിയിട്ടില്ലെന്നാ. നിങ്ങൾ എല്ലാവരും നിക്കോളസ് മൈക്ക് അങ്കിളിന്റെ വർക്ക്ഷോപ്പ് കണ്ടതല്ലേ? അവിടെ പെയിന്റ് ഒന്നും വെച്ചിട്ടില്ല, ബ്രഷും ഇല്ല, തറയിൽ പെയിന്റ് തുളികൾ വീണ അടയാളവും ഇല്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പെയിന്റർ തന്റെ വർക്ക്ഷോപ്പിൽ പെയിന്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കറക്റ്റ്. കീക്കോ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്, വളരെ വളരെ ശരിയാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു ക്യാരറ്റ് കഴിച്ചോട്ടെ. നിക്കോളസ് മൈക്ക് അങ്കിൾ വരച്ച ഓരോ പെയിന്റിങ്ങിന്റെയും താഴെ അദ്ദേഹത്തിന്റെ പേരുണ്ട്. പക്ഷെ അദ്ദേഹം ഏത് പെയിന്റിംഗ് ആണ് നമ്മുടെ സൺസെറ്റിലേക്ക് അയച്ചത്? അതിന്റെ താഴെ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഇല്ലായിരുന്നു. അതെന്താ? കീക്കോ, എനിക്ക് എന്താണ് കിട്ടിയെന്ന് നോക്കൂ. ഇപ്പൊ ഞാൻ ആ ഫോട്ടോ കാണിക്കാം. അതിൽ ഹെൽപ്പിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇനി നിക്കോളസ് മൈക്കിന്റെ സിഗ്നേച്ചർ നോക്കൂ. അതായത് പെയിന്റിങ്ങിലുള്ള രഹസ്യ മെസ്സേജ് വേറെ ആരോ ആണ് എഴുതിയത്, നിക്കോളസ് മൈക്ക് അല്ല. അതായത് നമ്മൾ ഇനി വളരെ അലേർട്ട് ആയിരിക്കണം എന്നർത്ഥം. അതേസമയം നിക്കോളസ് മൈക്ക് അങ്കിളിനെ വാച്ച് ചെയ്തോണ്ടും ഇരിക്കണം. ഈ നമ്പേഴ്സിന് എന്താണ് അർത്ഥം എന്ന് കണ്ടുപിടിക്കണം. ഇത് മാത്രം മനസ്സിലാവുന്നില്ല. അതേതായാലും നന്നായി, എല്ലാവരും ഉറങ്ങി. ഇനി ഞാൻ എന്റെ ജോലി റിലാക്സ് ആയിട്ട് ചെയ്തു തീർക്കും. കീക്കോ, നിക്കോളസ് മൈക്ക് ഇവിടെ നിന്ന് പോയല്ലോ. ഫോർമുല നമ്പർ 127 അപ്ലൈ ചെയ്തിട്ട് അവനെ ഫോളോ ചെയ്യേ. All right, buddy. Activating Formula 127. Let's go for a ride. നിക്കോളസ് മൈക്ക് അങ്കിൾ അവിടെയുള്ള നോഡോ കാസിലിനടുത്തേക്ക് പോവാ. നോ ഡോർ കാസിലോ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഡോഡോ, നോ ഡോർ കാസിൽ എന്ന് വെച്ചാൽ അതൊരു വ്യത്യസ്തമായ കാസിലാണ്. അതിൽ ഡോറുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതുവരെ അതിനകത്ത് ആരും പോയിട്ടുമില്ല. എന്തെങ്കിലും ആലോചിക്കൂ, ഇല്ലെങ്കിൽ നമ്മുടെ റൈഡ് ഇന്ന് കൈവിട്ടു പോകും. ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. ശരിയാ, അപ്പൊ നോഡോർ കാസിലിന് അടുത്ത് ചെന്ന് നമുക്ക് നോക്കാം. നിക്കോളസ് മൈക്ക് അങ്കിൾ ഇത് എങ്ങോട്ടാ പോയത്? ഇവിടുന്ന് അകത്തേക്ക് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ലല്ലോ. ഈ കാസിലോയിൽ നമുക്ക് റൗണ്ട് അടിച്ച് നോക്കിയാലോ? സോ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാലോ? നിനക്ക് സുഖമാണ് ലൂയിസ്, the great painter?
വേണ്ട നിക്കോളാസ്, ഞാനിതുവരെ വരച്ച എല്ലാ പെയിന്റിങ്സും നിനക്ക് തന്നു കഴിഞ്ഞു. എന്നിട്ടും എന്തിനാ നീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിനക്കറിയില്ല അല്ലേ, നീ എന്നെ പറ്റിച്ചിരിക്കുന്നു. നീ എന്നോട് പറയാതെ രഹസ്യമായിട്ട് ആ പെയിന്റിംഗ് എന്തിനാ കീക്കോക്ക് കൊടുത്തയച്ചത്? അതിൽ കൂടിയല്ലേ നീ അവരോട് ഹെൽപ്പ് ചോദിച്ചത്? അത് ഏതായാലും നന്നായി. കീക്കോ വിചാരിച്ചിരിക്കുന്നത് ആ പെയിന്റിംഗ് ഞാനാണ് അവൻ അയച്ചിരിക്കുന്നതെന്ന. അതുകൊണ്ട് അവൻ എനിക്ക് കോൾ ചെയ്തു. എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവൻ എന്നെ കാണാൻ തീർച്ചയായിട്ടും എത്തുമെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ ആളുകളോട് പറഞ്ഞ് അവനെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. പിന്നെ കീക്കോയും സൂപ്പർ സ്പീഡോയും ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. പക്ഷെ എന്റെ പ്ലാൻ ഒരു അല്പം ഫ്ലോപ്പ് ആയി പോയി. കഴിഞ്ഞ 15 വർഷമായി നീ എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ എപ്പോഴൊക്കെ ഇവിടുന്ന് ഓടാൻ ശ്രമിച്ചാലും അപ്പോഴൊക്കെ നിന്റെ ആളുകൾ എന്നെ കെട്ടിയിട്ട് ദ്രോഹിക്കാറുണ്ട്. അതല്ലാതെ ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് തന്നെ ഇന്ന് വരെ നീ ചെയ്തത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. നീ പെയിന്റിങ്സ് റെഡിയാക്ക്. എന്നിട്ട് ഞാൻ ആ പെയിന്റിങ്സിന് താഴെ എന്റെ സൈൻ ഇട്ടിട്ട് അത് എന്റെ പേര് പറഞ്ഞ് ഞാൻ വിറ്റ് കാശാക്കും. പല ലക്ഷങ്ങൾ, പല കോടികൾ ഉണ്ടാക്കും. നീ ഓൾറെഡി ഒരുപാട് കാശുണ്ടാക്കി കഴിഞ്ഞു. ഇനിയെങ്കിലും എന്നെ വിട്ടയക്ക്. ഞാൻ വാക്ക് തരുന്നു, ഞാൻ ഇതിനെ കുറിച്ച് ആരോടും ഒന്നും പറയില്ല. ആ പെയിന്റിങ്സ് വരച്ച നീ എല്ലാം ഞാൻ പറയില്ല. ഞാൻ നിന്നെ വിട്ടയക്കാം ലൂയിസ്, തീർച്ചയായും വിട്ടയക്കാം. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും പണക്കാരനായ പെയിന്ററായി മാറിക്കോട്ടെ, പിന്നെ ഞാൻ നിന്നെ എന്നേക്കുമായി സ്വതന്ത്രനാക്കിയേക്കാം. എന്താ? ഇങ്ങോട്ട് നോക്ക് നിക്കോളാസ്, നീ ചെയ്ത ഈ തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കും. ആ ശിക്ഷ നിനക്ക് കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോയും തരുന്നതായിരിക്കും. അവർ എന്നെ എന്ത് ശിക്ഷിക്കാനാ? അവരെല്ലാവരും എന്റെ മാൻഷനിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. എത്രയും വേഗം ആ പെയിന്റിംഗ് വരച്ച് കംപ്ലീറ്റ് ആക്ക്. എനിക്കത് നാളെ വിറ്റ് കാശാക്കണം ലൂയിസ്. ആ പെയിന്റിംഗിൽ എഴുതി വെച്ചിരുന്ന നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോ നമ്മളിപ്പോ ശരിക്കുള്ള കോർഡിനേറ്റിലാണ്. പക്ഷെ അകത്തേക്ക് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ലല്ലോ. ദേ അങ്ങോട്ട് നോക്കിയേ, കിട്ടിപ്പോയി. എന്തോന്ന്? വടിയോ? അല്ലെന്നേ, ടിഫിൻ. ദേ അവിടെ കണ്ടോ, അവിടെ ഒരുപാട് ഗ്രേപ്സ് ഉണ്ട്. സമ്മതിച്ചേ പറ്റൂ. ഡോഡോയ്ക്ക് ഇരുട്ട് സമയത്ത് പോലും ആഹാര സാധനങ്ങളൊക്കെ നന്നായി കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഷെടാ, എന്റെ ദൈവമേ, ഈ വഴി ഈ ഗ്രേപ്സിന്റെ അകത്ത് മറഞ്ഞിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോ, ഇവിടെ ഭയങ്കര ഇരുട്ടാ. നീ നിന്റെ ലൈറ്റ്സ് ഓൺ ചെയ്യേ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 11 അപ്ലൈ ചെയ്തിട്ട് അവരെ ഡീൽ ചെയ്യ. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അവസാനം നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ? പക്ഷെ നിങ്ങൾ ആരും ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല. പിന്നെ ലൂയിസും ഇവിടുന്ന് പോയില്ല. ഈ അങ്കിൾ ആരാണ്? ഇനി നിങ്ങളും ഇവിടെ തടവുകാരായിരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഏതായാലും പറഞ്ഞേക്കാം, ലൂയിസ് വരച്ച പെയിന്റിങ്സ് ഞാൻ എന്റെ പേരിൽ വിറ്റ് കാശുണ്ടാക്കി. ഒരുപാട് കാശുണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഹെൽപ്പ് എന്ന് എഴുതി അയച്ച പെയിന്റിംഗ് പോലും ലൂയിസ് തന്നെയാണ് നിനക്ക് അയച്ചു തന്നത്. നിക്കോളസ് മൈക്ക്, നീ ചെയ്ത കാര്യമുണ്ടല്ലോ, അത് റോങ് ആണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ദയവേത് ലൂയിസ് അങ്കിളിനെ വിട്ടേക്ക്. എന്നാ ശരി, വിട്ടേക്കാം. വാ, വന്ന് പിന്നെ കൂട്ടിക്കൊണ്ടു പോകൂ.
എന്നാ ഇപ്പൊ നമുക്ക് നോക്കാം സൂപ്പർ സ്പീഡോ. നിനക്ക് എന്തുമാത്രം പവർ ഉണ്ടെന്ന് നമുക്ക് ഇപ്പൊ നോക്കാം. കാരണം ഇപ്പൊ വരാൻ പോകുന്നത് എന്റെ കിങ് മോൺസ്റ്റർ വണ്ടിയാണ്. ഇതിനൊക്കെ കാരണം നീ ഒരുത്തനാണ്. നീ മാത്രം ആ പെയിന്റിംഗ് അയച്ചില്ലായിരുന്നെങ്കിൽ കിക്കോയും സൂപ്പർ സ്പീഡോയും ഒരിക്കലും ഇവിടെ എത്തില്ലായിരുന്നു. ഞാൻ നിന്നെ വെറുതെ വിടില്ല ലൂയിസ്. വേറെ ഒരു വഴിയില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂന്നാ തോന്നുന്നേ. കിക്കോ, സൂപ്പർ സ്പീഡോ, താങ്ക് യു സോ മച്ച്. ഇന്ന് നിങ്ങൾ രണ്ടുപേര് കാരണം പല വർഷം കഴിച്ച് ഞാൻ സ്വാതന്ത്ര്യനായിരിക്കുകയാണ്. നോ പ്രോബ്ലം അങ്കിൾ. നിങ്ങൾ എന്നോടൊപ്പം വരൂ. നമുക്ക് ചെന്ന് ലോകം മുഴുവൻ പറയാം നിക്കോളാസ് മൈക്ക് വരച്ച എല്ലാ പെയിന്റിങ്ങും അവന്റേതല്ല, നിങ്ങൾ വരച്ചതാണെന്ന് പറയാം. നീ പറഞ്ഞത് ശരിയാണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണ്.